നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മാംഗോ ഡിസേർട്ടാണ്, മാംഗോ ഫിർണി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം കുറച്ച് ബസ്മതി റൈസ് കുതിർത്തരച്ചെടുക്കണം. ഞാനിപ്പം 1/2 ലിറ്റർ പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. ബസ്മതി റൈസ് കുതിർത്ത് വെച്ചത് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തരിതരിപ്പായി അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അരി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മാംഗോ പൾപ്പ് വേണം. ഞാനിവിടെ 2 അൽഫോൺസോ മാംഗോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞ് മുറിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. മാങ്ങ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങ ചെറിയ പീസാക്കിയിട്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മാംഗോ ഫിർണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു പാത്രത്തിൽ 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് പാൽ എന്ന് പറയുന്നത് 1.5 കപ്പ് ഫുൾ ക്രീം മിൽക്കും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് 2 കപ്പ് പാല്. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി തിളപ്പിക്കാം. പാല് നല്ല ചൂടായി വരുമ്പോൾ ബസ്മതി റൈസ് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. ഇത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടില്ല, നൈസായിട്ട് അരയണ്ട. ഇതിനി തീ കുറച്ച് വെച്ച് ഇളക്കി തിളപ്പിക്കാം. ഇപ്പം ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും കുറച്ച് കട്ടിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ബസ്മതി റൈസ് അരച്ചു ചേർത്താൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം ഇത് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാങ്ങ മിക്സിയിൽ അരച്ചത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പം ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പം പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഇനിയും കട്ടിയാവും. അധികം കട്ടി വേണമെങ്കിൽ കുറച്ചധികം സമയം തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇതിനി ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇത് ചൂടാറുമ്പോൾ മെന്നും നല്ല കട്ടിയാവും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണ്ടേന്ന്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലോണം കട്ടിയാവും. ഇതിന്റെ മേലെ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് പിസ്ത മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നടുക്ക് കുറച്ച് മാങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം. നടുക്ക് ഒരു പുതിനയിലും കൂടെ വെച്ചാൽ നല്ല പാങ്ങോലെ. നല്ല സൂപ്പർ ടേസ്റ്റില് മാംഗോ ഫിർണി റെഡിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്